നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനും പെൻഷൻകാരുടെയും ഫാമിലി പെൻഷൻകാരുടെയും പെൻഷൻ പരിഷ്കരിക്കുന്നതിനുമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യാവലിയും കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും വ്യക്തിപരമായോ അവരവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനകൾ വഴിയോ ചോദ്യാവലിക്ക് മറുപടിയും അഭിപ്രായവും രേഖപ്പെടുത്താൻ ഇപ്പോൾ അവസരം. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അഭിപ്രായങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റൂം 110 അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് വികാസ് ഭവൻ തിരുവനന്തപുരം എന്ന വിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് അഡ്രസ്സിലോ ഇമെയിൽ ഐഡിയിലോ അയക്കാവുന്നതാണ്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അയക്കേണ്ടതാണ്. നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഏക അവസരമാണിത്. നിലവിലുള്ള രീതികളിലെ പോരായ്മകളെക്കുറിച്ചും കൂട്ടിച്ചേർക്കേണ്ട പുതിയ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം നൽകണം. ഉദാഹരണത്തിന് ചോദ്യാവലിയിൽ 1.14 ഇനമായി ചേർത്തിരിക്കുന്നത് നിലവിലുള്ള മെഡിസപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ആക്ഷേപം. മെഡിസപ്പ് പദ്ധതിയുടെ ഭാഗമായപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കാലതാമസം, നിരക്ക് കുറവ്, സ്വകാര്യ ആശുപത്രികളുടെ ചിറ്റമ നയം എന്നിവയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാം. ഈ പദ്ധതി വേണമോ വേണ്ടയോ എന്നുവരെ ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ചോദ്യാവലി 1.12 സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം സോഫ്റ്റ്വെയറായ സ്പാർക്കിനെ കുറിച്ചുള്ള അഭിപ്രായമാണ്. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ വേണോ അതോ 5 വർഷത്തിൽ ഒരിക്കൽ വേണോ എന്നുള്ള മറു ചോദ്യം. നിലവിലുള്ള ശമ്പളഘടന അനുയോജ്യരായ പ്രതിഭകളെ ആകർഷിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസ മേഖലയിൽ ഷോർട്ട് വേക്കൻസിയിൽ അധ്യാപക ജോലി ചെയ്യുന്നവർക്ക് ഡെയിലി വേജസ് എന്ന സമ്പ്രദായം ഒഴിവാക്കി നേരത്തെ ഉണ്ടായിരുന്ന രീതിയായിരുന്ന ശമ്പള സ്കെയിലിൽ തന്നെ നിയമനങ്ങൾ അംഗീകരിച്ച് നൽകണം. എങ്കിലേ അധ്യാപകരാകാൻ കൂടുതൽ പ്രതിഭാശാലികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരികയുള്ളൂ. നിലവിൽ 27 സ്കെയിൽ ഓഫ് പേ എന്നത് കൂട്ടണമോ? സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ഒഴിവാക്കുന്ന രീതിയിൽ സ്കെയിൽ ഓഫ് പേ ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. 1/7/2019 മിനിമം പേ 23,000-ഉം മാക്സിമം പേ 1,66,800-ഉമാണ്. ഇതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണോ? മിനിമം ഇൻക്രിമെന്റ് 700 രൂപയും മാക്സിമം ഇൻക്രിമെന്റ് 3,400 രൂപയുമാണ്. ഇതിൽ വർധനവ് വേണോ? HRA കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണോ? യാത്രാപ്പടി മറ്റ് അലവൻസുകളിലും ഇതിൽ വർധനവ് വേണോ? ഘടനയിൽ അനിവാര്യമാണോ? മാറ്റം അനിവാര്യമാണോ? ഗസറ്റഡ് ജീവനക്കാരുടെ ശമ്പള സ്ലിപ്പുകൾ തുടരുന്ന രീതിയിൽ മാറ്റം വേണോ? സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം എന്നീ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വേണോ? ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ പാസ്സാകുന്നതിൽ നിന്നും നിശ്ചിത പ്രായപരിധിയിലുള്ളവരെ ഒഴിവാക്കുന്നത് തുടരണമോ? നിലവിലുള്ള ലീവിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. പിതൃത്വാവധി പറ്റേണിറ്റി ലീവ് 10 നിന്നും 15 ആയി ഉയർത്തണമെന്നും 2 എണ്ണം എന്നുള്ള പരിധി ഒഴിവാക്കണമെന്നും പൊതുവെയുള്ള അഭിപ്രായം. വിദേശത്തും മറ്റും ജോലിക്കായി എടുക്കുന്ന ലീവ് നിലവിലുള്ള 5 വർഷം എന്നത് 10 വർഷമായി ഉയർത്തുന്നതും നന്നായിരിക്കും. തുടങ്ങിയ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങൾ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കമ്മീഷന് മുമ്പാകെ നൽകണം. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അഭിപ്രായങ്ങൾ പറയാനുള്ള ഇപ്പോഴത്തെ അവസരം ഉപയോഗപ്പെടുത്തണം. പെൻഷൻകാരുടെയും ഫാമിലി പെൻഷൻകാരും നിലവിലുള്ള പെൻഷൻ സമ്പ്രദായത്തെക്കുറിച്ചും അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. KSR വോളിയം 1 പാർട്ട് 3 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. നിലവിൽ മിനിമം പെൻഷൻ 11,500, മാക്സിമം പെൻഷൻ 83,400.
ഗ്രാറ്റുവിറ്റി, DCRG പരമാവധി 17 ലക്ഷം. ഇവയിൽ വർധനവ് ആവശ്യമുണ്ടോ? 1/4/2013 ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് NPS ഈ പദ്ധതി തുടരണമോ? പെൻഷൻകാർക്കുള്ള മെഡിക്കൽ അലവൻസ് വർധനവ് വേണോ? മെഡിസപ്പ് പദ്ധതി തുടരുകയാണെങ്കിൽ മെഡിസപ്പ് പ്രീമിയത്തിന് തുല്യമായ മെഡിക്കൽ അലവൻസ് വർധനവ് വരുത്തണമെന്നാണ് പെൻഷൻകാരുടെ പൊതുവെയുള്ള അഭിപ്രായം. പെൻഷൻ നിർണയത്തിൻ്റെ ഭാഗമായി ആവറേജ് എമോളുമെൻറ്റ്സ് കണക്കാക്കുന്നതിന് അവസാനത്തെ 10 മാസത്തെ അടിസ്ഥാന ശമ്പളം പരിഗണിക്കുന്നതിൽ മാറ്റം വേണോ? നിലവിലുള്ള പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള അഭിപ്രായം. DA, DR അനുവദിക്കുമ്പോൾ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും തമ്മിൽ 1 മാസത്തെ വേർതിരിവ് ഒഴിവാക്കേണ്ടതാണ്. ചോദ്യാവലിയിൽ 3.7 സ്വയം വിരമിക്കൽ പദ്ധതി വോളണ്ടറി റിട്ടയർമെൻറ്റ് മാറ്റങ്ങൾ വേണോ? പൊതുവെ സർവീസ് ദൈർഘ്യം കുറവായതിനാൽ നിലവിലുള്ള 20 വർഷം എന്നത് 15 വർഷമായി കുറയ്ക്കുന്നത് നന്നായിരിക്കും. 3.8 ഫാമിലി പെൻഷൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം ഫാമിലി പെൻഷൻ 11,500 മാക്സിമം ഫാമിലി പെൻഷൻ 50,040. ഇതിൽ വർധനവ് വേണോ? പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ. ചോദ്യാവലി 3.2 റിട്ടയർമെൻറ്റ് പ്രായം വർദ്ധിപ്പിക്കണമോ? പെൻഷൻ നിർണയത്തിന് മിനിമം സർവീസ് 10 വർഷവും മാക്സിമം 30 വർഷവും ഫോർ ഗെറ്റിംഗ് ഫുൾ പെൻഷൻ കിട്ടാൻ 30 വർഷം എന്നുള്ളത് 25 വർഷമായി കുറയ്ക്കണമെന്ന് അഭിപ്രായം ശക്തമാണ്. സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചാണ് തുടർന്നുള്ള ചോദ്യാവലികൾ. ജീവനക്കാർക്ക് മാന്യമായ ശമ്പളം നൽകണം. പൊതുജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങളുടെ പേരിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഉടൻകാല നിയമനിർമ്മാണത്തിന് വഴിയൊരുക്കണം. ചോദ്യാവലി 4.3 സോഷ്യൽ ഓഡിറ്റിംഗ് ഉചിതമായ സമ്പ്രദായം എന്താണ്? ഓരോ സർക്കാർ ഓഫീസിലെയും ലൈവായിട്ടുള്ള ഫയലിൻ്റെ പുരോഗതി പരിശോധിക്കുന്നതിന് സ്പെഷ്യൽ ഓഡിറ്റിംഗ് ടീമിനെ സജ്ജരാക്കേണ്ടതാണ്. ചോദ്യാവലി 4.9 നിലവിലുള്ള പ്രവൃത്തി ദിവസങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ വനിതാ ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ച് സമയമായി പ്രതികരിക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. മുകളിൽ പറഞ്ഞ സംവിധാനം ഉപയോഗിച്ച് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അതും സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാൻ ഒരു റിപ്പോർട്ട് കമ്മീഷന് മുമ്പ് സമർപ്പിക്കുന്നതാണ്. താങ്ക് യു.